ഹായ്, എസ്എൽ ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ ടെക്നിക്കുകൾ പറഞ്ഞിട്ടുണ്ട് എക്സ് തിരികെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. അതിൽ സിമ്പിളായിട്ടുള്ളതുണ്ട്, കുറച്ച് കഷ്ടപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എക്സിനെ തിരികെ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇതിലെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് വലിയ വലിയ സാധനങ്ങളുടെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു ജേർണൽ നിങ്ങൾക്ക് ആവശ്യമുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പൊ ഇത് നിങ്ങൾ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. കൃത്യമായിട്ട് ചെയ്യുവാണെങ്കിൽ റിസൾട്ട് എന്തായാലും ഉണ്ടായിരിക്കും. മാനിഫെസ്റ്റേഷനിൽ വിശ്വസിക്കുന്ന, അത് ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് അതിന്റെ റിസൾട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ പറയുമ്പോൾ പോലും അതിൽ വിശ്വാസമുള്ളവർക്കേ, അതായത് ചെയ്ത് അതിൽ അനുഭവമുള്ളവർക്കേ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ പറ്റുള്ളൂ. കുറെ പേര് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത് നോക്കിയിട്ടില്ല, എവിടേക്കോ കേട്ടുള്ള അറിവുകൾ മാത്രമേ ഉള്ളൂ, അത് വെച്ചിട്ട് ഇത് ശരിയല്ല എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ വിശ്വസിച്ച് ചെയ്യുന്ന എന്തും ശരിയാകും. അതുകൊണ്ട് തന്നെ അത് ചെയ്യാതെ നിങ്ങൾ അതിനെ കുറ്റം പറയരുത് ഒരിക്കലും. സോ വിശ്വാസമുള്ളവർക്ക് ഇത് ചെയ്ത് നോക്കാം. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത് ചെയ്താൽ മതി. അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. സോ എക്സിനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഇതിന് ഞാൻ പറഞ്ഞാൽ ഒരു ജേർണലാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ശാന്തമായി ഇരിക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങളുടെ റൂം ആണെങ്കിൽ അത്രയും ബെറ്റർ ആണ്, കാരണം നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് അങ്ങനെ കിടന്നുറങ്ങാം. അപ്പോൾ ആ ജേർണൽ മറ്റാരും കാണരുത് കേട്ടോ. അത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ നിന്ന് സൂക്ഷിച്ചു വെക്കുക. വേറെ ആരും അങ്ങനെ കാണാനോ നോക്കാനൊന്നും ശ്രമിക്കുക എന്നുള്ളതല്ല, അതായത് അങ്ങനെ കാണാതിരിക്കാൻ വേണ്ടി നിങ്ങൾ നോക്കുക. അപ്പൊ ചെയ്യേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൂളാവുക, ഒന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് അവരുടെ ഫേസ് കൊണ്ടുവരിക. നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് രണ്ടുപേരും അത്രയധികം വിശ്വസിക്കുന്ന, സ്നേഹിക്കുന്ന രീതിയിൽ വേണം നിങ്ങൾ ചിന്തിക്കാനായിട്ട്. രണ്ടുപേരും അത്രയും ബഹുമാനിക്കുന്ന ആളുകളാണ്. ആ രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ കണ്ണുകൾ അടച്ചിട്ട് വേണം കേട്ടോ. അതായത് അവർ നിങ്ങളുടെ അടുത്ത് ഇരിക്കുന്നത്, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നടക്കുന്നത്, യാത്ര പോകുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കുറേ മൊമെന്റ്സ്, നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഡ്രീമെന്നല്ല, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ ചിന്തിക്കുന്ന അത്രയും സമയം നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ കൂടി കഴിയണം കേട്ടോ. ആ ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അങ്ങനെ ഒരു 5-10 മിനിറ്റ് നിങ്ങൾ അതൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു ജേർണൽ എടുക്കുക. ജേർണൽ എടുത്തിട്ട് ആ ജേർണലിൽ നിങ്ങൾ എഴുതുക, ഞാൻ സ്നേഹം അർഹിക്കുന്നു. പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ പേരാണ് അവിടെ ചേർക്കേണ്ടത്. അതായത് ഞാൻ ജസ്റ്റ് ദീപു എന്ന് പറയുന്നുണ്ട്, നിങ്ങൾ സ്നേഹിക്കുന്ന ആളുടെ പേര് എഴുതുക. അപ്പം ഞാൻ സ്നേഹം അർഹിക്കുന്നു, ഞാനും ദീപുവും ഇപ്പോൾ വളരെ സന്തോഷകരമായ ജീവിതത്തിലാണ്. ഇങ്ങനെ നിങ്ങൾ എഴുതാം. ഇത് ഞാൻ ഒരു അഫർമേഷൻ പറഞ്ഞു തന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടെ വേറെ അഫർമേഷൻ ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ എഴുതാനായിട്ട്. ഇത് എഴുതിയാലും മതി, ഇതിലും നിങ്ങൾക്ക് വേണ്ടതുണ്ട്. അതായത് അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അഫർമേഷൻ നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ഇത് എഴുതിയിട്ട് നിങ്ങൾ ഇതൊരു 21 പ്രാവശ്യം നിങ്ങൾ എഴുതുക. ദെൻ 21 പ്രാവശ്യം നിങ്ങളത് വായിക്കുകയും കൂടി ചെയ്യാം. ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ജേർണൽ എടുത്ത് വെക്കാം. എന്നിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ രാത്രിയും രാവിലെയും ഒരു 11 ദിവസം അല്ലെങ്കിൽ ഒരു 21 ദിവസം നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഇത് നമ്മളിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസം കൂടുതലാക്കുക ചെയ്യുക. നിങ്ങൾ ഓരോ സമയത്ത് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കുറച്ചുകൂടി ഇതിനോടുള്ള ഒരു വിശ്വാസം കൂടുകയാണ് ചെയ്യണത്. അപ്പൊ നമ്മൾ അത്രയും വിശ്വസിക്കുമ്പോൾ അത് നമ്മളിലേക്ക് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. പിന്നെ നിങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ ജോലിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ജോലിക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ പിന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലായിട്ട് മുന്നോട്ട് പോവുക. അതല്ലാതെ ഇതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കരുത്. അതേപോലെ തന്നെ അവർക്ക് മെസ്സേജ് അയക്കുക, വിളിച്ചുകൊണ്ടിരിക്കുക, ഞാനൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എടുക്കുമായിരിക്കും എന്ന് വിചാരിച്ച് ചെയ്യുക. അങ്ങനൊന്നും ഒരിക്കലും ചെയ്യരുത്. അവരെ നിങ്ങൾ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാനേ പോകരുത്. നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾ ചെയ്യുക, അതിൻ്റെ ഇടയിൽ ഇതുകൂടി ചെയ്യുക. പക്ഷെ വിശ്വാസത്തോടു കൂടി ചെയ്യണമെന്ന് മാത്രം. ഇത് നിങ്ങളൊന്നും പ്രാക്ടീസ് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസത്തോടെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് ഉണ്ടാവും. വലിയ രീതിയിലുള്ള നമ്മൾ ഭയങ്കര റിസ്ക് എടുത്ത് ചെയ്യേണ്ടതോ ക്യാഷ് മുടക്കി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. അപ്പോൾ നിങ്ങളതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. റിസൾട്ട് കിട്ടും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. കിട്ടട്ടെ. ഇനിയിപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളോ കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ സ്ക്രീനിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.